പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഏറെ ഹൃദയത്തോടെ, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥവും ഭക്തിയും എന്തുമാത്രം സഹായിച്ചു എന്നാണ് സാറ് പങ്കുവച്ചത്. സാർ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പങ്കുവച്ചിട്ടുണ്ട് മാതാവിൻ്റെ 18 സുഹൃതങ്ങൾ സാറിൻ്റെ ജീവിതത്തെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് ആ സുഹൃതങ്ങളെക്കുറിച്ച് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതൊക്കെയാണ് ആ 18 സുഹൃതങ്ങൾ? അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മുനി, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും നടത്തിയ സ്വാധീനങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ധ്യാനിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തെ ആഴമായി സ്പർശിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത മാതാവിൻ്റെ കുറച്ച് സുഹൃത കാര്യങ്ങളാണത്. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 18 സുഹൃതങ്ങൾ സാറിൻ്റെ പ്രാർത്ഥനയിൽ കിട്ടിയതാണോ, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? ഇത് ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രത്യേക തലമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആദ്യത്തെ 7 സുഹൃതങ്ങൾ എനിക്ക് ലഭിച്ചത് ഒരു മരിയൻ ധ്യാനത്തിൽ നിന്നായിരുന്നു. നമ്മുടെ കഞ്ചിക്കോട്ട് മരിയൻ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പാലക്കാട് മുണ്ടൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ട് ആദ്യമേ മരിയൻ ധ്യാനങ്ങൾ നടത്തുകയായിരുന്നു. ബഹുമാനപ്പെട്ട അബ്രഹാം കടിക്കുഴി അച്ഛനാണ് ആ മരിയൻ ധ്യാനങ്ങൾ അവിടെ നടത്തിയത്. അന്ന് ഞാൻ മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മരിയൻ സുഹൃത്തുക്കളാണത് ആദ്യത്തെ 7. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനോടൊപ്പം ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന ഓരോ കൊച്ചു സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇതാണ് പരിശുദ്ധ അമ്മയെ സ്വാധീനിച്ച, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എൻ്റെ ജീവിതത്തിലും സ്വന്തമാക്കാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. സാർ തന്നെ കൂട്ടിച്ചേർത്തതാണ്? ഞാൻ തന്നെ കൂട്ടിച്ചേർത്തതാണ്. അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമുക്ക് വിശുദ്ധയായ മറിയം ത്രേസ്യാമ്മ ഉണ്ടല്ലോ. മറിയം ത്രേസ്യാമ്മ പറയുന്നൊരു മനോഹരമായ ഒരു നിരീക്ഷണമുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്താണ്. ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ ആരുടെയും മാനുഷികമായ ഹൃദയങ്ങൾ പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും യോഗ്യമല്ല. അപ്പോൾ മറിയം ത്രേസ്യാമ്മ പറയണത് അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ, ഞാൻ പുത്രനെ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം യോഗ്യമല്ല, അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഹൃദയം ഞാനൊന്ന് കടമെടുക്കുകയാണ്. എൻ്റെ ഹൃദയം അമ്മ എടുത്തു, എന്നിട്ട് എൻ്റെ മലിനമായ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് അമ്മയുടെ വിമലമായ ഹൃദയം എനിക്ക് തന്ന് ആ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണം. അപ്പോൾ മാതാവിൻ്റെ ജീവിതം അത്രമാത്രം സംശുദ്ധമായിരുന്നു, വിശുദ്ധമായിരുന്നു. അതിന് അമ്മയെ സഹായിക്കുന്ന കാര്യങ്ങൾ, പരിശുദ്ധ അമ്മയെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അതിനെ സ്വാധീനിച്ചെടുത്തത്. കാരണം അത്രമാത്രം വിശുദ്ധവും നിർമ്മലവും ആയിട്ടുള്ള ഹൃദയത്തിലാണ് ഈശോയ്ക്ക് വസിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഹൃദയം, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്നുള്ള ഈശോയുടെ ഹൃദയത്തോടുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊരു സുഹൃദേവൻ പോലെ, അതിന് സുഹൃദേവൻ പോലെ തീർച്ചയായിട്ടും. അപ്പം അതിനുള്ള പ്രധാന ഘടകങ്ങൾ, ആദ്യത്തെ 7 ആഴമേറിയ മൗനം, അഗാധമായ എളിമ, അനുസ്യൂതമായ വിശ്വാസം, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, തീക്ഷ്ണമായ സ്നേഹം, തീവ്രമായ പ്രാർത്ഥന, ഉറച്ച ശരണം. ഇതാണ് ആദ്യമായിട്ട് ഞാൻ ആ ധ്യാനത്തിൽ നിന്നും സ്വാംശീകരിച്ചെടുത്ത 7 മരിയൻ സുഹൃത്തുക്കൾ. പിന്നീടാണ് ഞാനിന്ന് ഓരോ തവണ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തും മാതാവിനോടൊപ്പം ധ്യാനിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കണം, പരിശുദ്ധ അമ്മയിലൂടെ സ്വാധീനിക്കണം എന്ന് എനിക്ക് മനസ്സിലായതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ മാതാവിനോട് മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ 7 ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രത്യേകിച്ച് ഒന്നാമത്തേതായിട്ട് സാറ് പറഞ്ഞത് ആഴമായ മൗനം. സാറ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ ജോലി ചെയ്തിരുന്ന ജസ്റ്റിസായിട്ട് ഇരുന്ന ആളാണ്.
അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആഴമായ മൗനം എന്ന് പറയുന്ന സുഹൃത്തത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? നീതിക്ക് വേണ്ടി സംസാരിക്കുകയല്ലേ വേണ്ടത്? ബോണി, നമ്മുടെ എല്ലാവരുടെയും ധാരണ മൗനം എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് സംസാരിക്കാതിരിക്കുക, വായടച്ചു വെക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വരുന്ന ചിന്ത അതാണ്. പെട്ടെന്ന് ചിന്ത, മൗനത്തെക്കുറിച്ചുള്ള ചിന്ത അത് തന്നെയാണ്. നമ്മുടെ ബാബുജിയൊക്കെ മൗനം ഒരു സുഹൃതമായിട്ട് ഒരു വർഷക്കാലം വ്രതമായിട്ട് എടുത്തിരുന്ന ആളായിരുന്നു. സംസാരിച്ചിരുന്നില്ല, സംസാരിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് മൗനത്തെക്കുറിച്ച് പറയുന്നത്. മാതാവിൻ്റെ ആഴമേറിയ മൗനം എന്ന് പറയുന്ന ആ മൗനത്തിന് വേറൊരു പ്രതലത്തിലുള്ള അർത്ഥമാണ്. ഈ മൗനം ആവശ്യം തന്നെയാണ്. ആ സംസാരിക്കാതിരുന്നതുകൊണ്ട് ആ മൗനം ആഴമേറിയ മൗനം ആവില്ല. ആഴമേറിയ മൗനം എന്ന് പറയുന്നത് മനസ്സിൽ മനനം ചെയ്ത് നമുക്ക് ദൈവവുമായിട്ട് സംസാരിക്കാൻ കഴിയുമാറ് ഉള്ള നമ്മുടെ എല്ലാ എന്താ പറയുക, പല വിചാരങ്ങളെയും മറ്റ് ചിന്തകളെയും എല്ലാം അകറ്റി നിർത്തിയിട്ട് ഹൃദയത്തെ ആ ഈശോയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം ഉള്ള ആ ഒരു സൈലൻസ് ചിന്തയിൽ, ബുദ്ധിയിൽ, ഭാവനയിൽ, വിചാരത്തിൽ, വികാരത്തിൽ, മനസ്സിൽ, ഹൃദയതാളങ്ങളിലൊക്കെ വരുത്തിയിട്ട് എത്തുന്നൊരവസ്ഥയാണ്. അത് ഉള്ളിലുള്ളതാണ്. അത് ഉള്ളിലേക്ക് നമ്മൾ ഓരോന്നിനും അകറ്റി. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കഥകടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഓരോ കഥകൾ അടച്ചടച്ച് കൊണ്ടുവരണം. നമ്മുടെ ചിന്തയും ബുദ്ധിയെയും മനസ്സിനെയും വിചാരങ്ങളെയും വികാരങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഓരോന്നിനെയും അടച്ചടച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ വേറെ ഒന്നിനെയും കാണാതെ, ഒന്നിനെയും ശ്രദ്ധിക്കാതെ, ഒന്നിലേക്കും ശ്രദ്ധ പോകാതെ ഞാനും ഈശോയും മാത്രമുള്ള ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നൊരവസ്ഥ. മാതാവിൻ്റെ ആ ഒരു ദൈവ ആലോചനയുടെ പ്രാർത്ഥന അതായിരുന്നു. ആഴമേറിയ മൗനത്തിൽ മാത്രമേ ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് നമ്മുടെ പല വിചാരങ്ങളിൽ ശ്രവിക്കുന്നത് പലപ്പോഴും ദൈവസ്വരമാവണമെന്നില്ല. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ മൗനമാണ്. ആ മൗനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ അസ്തിത്വത്തെ മറന്നു കഴിഞ്ഞിട്ട് ഈ ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന തരത്തിലുള്ള അത്രയും ആഴത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ സമയം പോകുന്ന അറിയുന്നില്ല. നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഒന്നും അറിയുന്നില്ല. അത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ മാതാവ് അതാണ് ശീലിച്ചിരുന്നത്. അത്രമാത്രം ആഴമേറിയ ഒരു മൗനത്തോടു കൂടിയ പ്രാർത്ഥനയിലാണ് മാതാവിന് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയതാണ് എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും പലയിടത്തും മാതാവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വായിച്ച് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അമ്മയും മകനും മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യ നിമിഷം മാത്രം. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എത്ര തിരക്കിൻ്റെ ഇടയിലും എത്ര ബഹളത്തിൻ്റെ ഇടയിലും ദൈവിക സ്വരം ശ്രവിക്കാനുള്ള ഒരു ലിസണിങ് കപ്പാസിറ്റി, അതാണ് ഈ മൗനം എന്ന് പറയുന്നത്, അല്ലേ? അത് ഈ പറയുന്ന ആഴമേറിയ മൗനത്തിനകത്ത് തിരക്കുണ്ടായാലും ബഹളം ഉണ്ടായാലും ഒച്ച ഉണ്ടായാലും എല്ലാം ഉണ്ടായാലും നമുക്ക് കാതുകളെ അടയ്ക്കാൻ പറ്റും, മനസ്സിൻ്റെ കഥകൾ അടയ്ക്കാൻ പറ്റും, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, മനസ്സിലേക്ക് ഒരു ഏകാഗ്രത കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏക ആഗ്രഹം, അതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏക ആഗ്രഹം എന്താ? ഞാനും ഈശോയും മാത്രമായിട്ടിരിക്കുക, ഇവരാരും ശല്യം ചെയ്യാൻ വരാതിരിക്കുക. നമ്മൾ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന മുറികൾ കണ്ടിട്ടില്ലേ? അവിടെ സർവവും അടച്ചിട്ട് ഒരു സ്വരം പോലും വരാത്തോണം പാടുന്ന വ്യക്തിയും ആ പാടുന്ന ഇൻസ്ട്രുമെൻറ്റും അല്ലാതെ യാതൊന്നും അടക്കുകയല്ല. അതൊരു ഭൗതിക തലത്തിലുള്ളൊരു മൗനക്രമം ഒരുക്കുന്നതാണ്. അതിനേക്കാളേറെ എത്രയോ കോടിക്കണക്കിന് ഒരു അധികമായ ഒരു പരിശ്രമം മനുഷ്യൻ്റെ ഭാഗത്തുണ്ടായാൽ മാത്രമേ മനസ്സിനെ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മുറി അടയ്ക്കാനായിട്ട് സൗണ്ട് പ്രൂഫ് ആക്കാനായിട്ട് നമുക്ക് ഇത്രയും പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ഇപ്രകാരം ഈ പലവിചാര പ്രൂഫാക്കാനായിട്ട് ഞാനൊരു കോൺഷ്യസ് എഫർട്ട് നടത്തണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനോട് ആയിരിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലോ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അറിവാണ്. അത്രമാത്രം ആഴത്തിൽ നമ്മൾ ദൈവം മാത്രമായിട്ട്, ഇതാണ് അമ്മദ്രേസ്യ കൊണ്ട് പറയിപ്പിച്ച് ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വേറിട്ട് എന്ത് വേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അമ്മദ്രേസ്യാമ ആവിലാല അമ്മദ്രേസ്യാമയുടെ ഒരു വാചകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അമ്മദ്രേസ്യാമ ഇപ്രകാരമുള്ള ഈ മിസ്റ്റിക് സയൻസുകളെല്ലാം ഇപ്രകാരമുള്ള വലിയൊരു ആഴമേറിയ മൗനത്തിലായിരുന്നു. അപ്പോൾ എവിടെയാണ് അവർ പരിസരം പോലും മറന്നിട്ട് അവരിരിക്കുന്നത്. നമുക്കൊന്നും അവരെ തൊട്ടാൽ പോലും അവരറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ബോണി സൂചിപ്പിച്ചോണം ഈ മൗനം എന്നുള്ളത് ദൈവമായിട്ട് കണക്ഷൻ കിട്ടുക എന്നുള്ളത് നമുക്ക് അതിന് ബാഹ്യമായിട്ടുള്ള തിരക്കുകളുള്ള ബഹളങ്ങളൊന്നും പ്രശ്നമല്ല. ആന്തരികമായിട്ടുള്ളൊരു ഒരുക്കം മാത്രം മതി. ആന്തരികമായ ഒരുക്കം നമുക്ക് നന്നായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കണക്ഷനോട് സംസാരിക്കാൻ സാധിക്കും. ഈ ആന്തരികമായ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണോ?
മനസ്സിൻ്റെ ഏക ആഗ്രഹം, ആ ഏകാഗ്രത. ഓ അപ്പം ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ പറയില്ലേ, ഏക ആഗ്രഹം, അതാണ് ഏകാഗ്രത. ഏക ആഗ്രഹം ഞാൻ കാണുന്ന ഈശോയും ഞാനും മാത്രം. ഞാൻ വേറെ ആരെയും കാണുന്നില്ല, ഈശോയും വേറെ ആരെയും കാണുന്നില്ല. കാരണം എന്നെ കാണുമ്പോൾ ഈശോ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ഈശോയ്ക്ക് പലരെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഇതല്ല. കാരണം ഈശോയും ഞാനുമായിട്ടൊരു വ്യക്തിബന്ധമാണ്. ഈശോയുടെ പ്രത്യേകത ഏതാണ്? ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതല്ല ശരിക്കും പറഞ്ഞത്, ദൈവം എന്നെ സ്നേഹിക്കുക ചെയ്യുന്നത്. അപ്പം എന്നോട് വ്യക്തിപരമായി ഇടപഴകുന്ന ആ ദൈവത്തോട് ഞാനും വ്യക്തിപരമായി നേരെ കണ്ണിൽ നോക്കി ഞാനും എൻ്റെ ദൈവവും മാത്രമായിട്ടിരിക്കുന്ന, എൻ്റെ ഈശോയും മാത്രമായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥ. അതാണ് ആ മൗനത്തിൻ്റെ പ്രത്യേകത. ആ മൗനത്തിൽ പിന്നെ ഭാഷ വേണ്ട. ആ മൗനത്തിൽ പിന്നെ നമുക്ക് വേറെ ഒരു പരസഹായം കൂടാതെ ഒരു സംഭാഷണത്തിൻ്റെ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് വരാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ആഴമേറിയ മൗനത്തിലുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അതിന് പരിശുദ്ധമ്മ നമ്മെ സഹായിക്കും അല്ലേ? തീർച്ചയായിട്ടും സഹായിക്കും. അതിന് പരിശുദ്ധമ്മ സഹായിക്കുന്നതിന് നമ്മൾ നടത്തേണ്ട ഭൗതികമായ ഒരുക്കങ്ങളുണ്ട്. അതാണ് സാർ പറഞ്ഞ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് തീർച്ചയായിട്ടും ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കോൺഷ്യസ് ആയിട്ടുള്ള എഫർട്ട് വേണം. എന്നെ പലവിചാരപ്പെടുത്താൻ സാധ്യതയുള്ള, എന്നെ ശല്യപ്പെടുത്താൻ സാധ്യതയുള്ള, എന്നെ അലോസരപ്പെടുത്തുന്ന, എന്നെ മുറിവുണ്ടാക്കാൻ സാധ്യതയുള്ള അതിനെല്ലാം നമ്മൾ ഒന്ന് ക്ഷമിച്ച് മറന്ന് പുറത്ത് അതിനോടെല്ലാം നമുക്കൊരു ദൈവികമായ ഒരു കാഴ്ചപ്പാടുകൂടി അതിനെല്ലാം ഉൾക്കൊണ്ട് അവയൊന്ന് മറന്ന് മനസ്സിലൊന്ന് ശാന്തമാക്കി സ്വസ്ഥമാക്കാൻ സാധിക്കണം. അല്ലാതെ നമുക്ക് മനസ്സിൽ നമ്മൾ കുർബാന സ്വീകരണത്തിന് മുമ്പ് പാട്ട് പാടുന്നില്ല, മനസ്സിൽ വിരോധവും വെറുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോണം തന്നെ ആ മനസ്സിലുള്ള വെറുപ്പും വിരോധവും എല്ലാം എല്ലാ മാലിന്യങ്ങളും നീക്കിയാൽ മാത്രമേ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. മനസ്സ് അസ്വസ്ഥതമാകുന്നത് മനസ്സിന് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയാത്തവണ്ണമുള്ള അസ്വസ്ഥതകൾ ആ മനസ്സിലുള്ളപ്പോഴാണ്. അത് അസൂയ കൊണ്ടാവാം, വൈരാഗ്യം കൊണ്ടാവാം, വെറുപ്പ് കൊണ്ടാവാം, വിദ്വേഷം കൊണ്ടാവാം, ദുർമോഹം കൊണ്ടാവാം, പിന്നെ കടുത്ത നിരാശ കൊണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മളെങ്ങനെ പുറത്ത് കളയുന്നത്? ഇതിനെല്ലാം പുറത്ത് കളയാനായിട്ട് ഇതിനെല്ലാം ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി സ്വീകരിച്ച് അതിനെ ദൈവത്തിൽ നിന്ന് എനിക്ക് പിന്നെ ഒരു കൃപ ലഭിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. നീ നിൻ്റെ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തപ്പോൾ ഇപ്രകാരമെല്ലാം മനസ്സിനെ എല്ലാ മാലിന്യങ്ങളും നീക്കാൻ തക്കവണ്ണം മനസ്സിനെ അത്രമാത്രം ജന്മപാപത്തിൽ നിന്ന് പോലും മുക്തമാക്കി ഒരു പരിശുദ്ധമായൊരു മനസ്സ് ഹൃദയം സൃഷ്ടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത മാതിരി എൻ്റെ മനസ്സിലും ജന്മപാപം നീക്കി തന്ന മാമൂസയുടെ സ്വീകരിച്ച് എൻ്റെ മനസ്സിലും പിന്നീട് കയറി വന്ന മാലിന്യങ്ങൾ നീക്കി കളയാനായിട്ട് അമ്മയെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടി ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ച മാതിരി ഉൾക്കൊള്ളാനാവാത്തവയെ, സ്വീകരിക്കാൻ പറ്റാത്തവയെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാൻ പറ്റാത്തവയെ നമുക്ക് പിന്നെ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു തലത്തിലേക്ക് വരാം. അതാണ് പരിശുദ്ധ അമ്മയുടെ. പരിശുദ്ധ അമ്മയ്ക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നില്ലേ, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ലേ, വിഷമങ്ങളുണ്ടായിരുന്നില്ലേ, പ്രതിസന്ധികളുണ്ടായിരുന്നില്ലേ, തടസ്സങ്ങളുണ്ടായിരുന്നില്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ദേഷ്യപ്പെടാനും ശക്തമായിട്ട് പ്രതികരിക്കാനും സാധിക്കുന്ന എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം അമ്മ അവലംബിച്ചത് മൗനമായിരുന്നു. ഇതാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞത്. ഇപ്പം എത്രയോ പേരോട് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ദേഷ്യം മാതാവ് ഒരിക്കലും പ്രകടിപ്പിച്ചില്ല. എത്രയോ പേരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നു. അവിടെയെല്ലാം മാതാവ് തികഞ്ഞ ശാന്തതയോടുകൂടി മൗനം പാലിച്ച്, സംസാരം വളരെ കുറവായിരുന്നു, പക്ഷെ സംസാരം മുഴുവൻ പുത്രനോടായിരുന്നു. ആ പുത്രനോട് സംസാരിച്ചിട്ടാണ് മാതാവ് ഇടപെട്ടത്. അപ്പം എൻ്റെ മനസ്സിനെ വിശുദ്ധമാക്കാൻ, എൻ്റെ മനസ്സിലൊരു ആഴമേറിയ ദൈവാനുഭവം ഉണ്ടാക്കിത്തരാൻ അമ്മയെ സഹായിക്കണമേ. അമ്മയ്ക്ക് ആ മകനോട് ചേർന്നുകൊണ്ട് ഒരു ആഴമേറിയ ദൈവാനുഭവം കിട്ടിയ മാതിരി എൻ്റെ മനസ്സിലും അപ്രകാരം യേശു നിറഞ്ഞു നിൽക്കാൻ പാകത്തണം, ഈശോ നിറഞ്ഞു നിന്നൊരു ദൈവാനുഭവം ഉണ്ടാക്കാൻ സഹായിക്കണം എന്നുള്ളത്. അതാണ് ആഴമേറിയ മൗനത്തിൻ്റെ ഒരു പ്രതലം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, ഈ വെറുതെ മിണ്ടാതിരിക്കൽ മാത്രമല്ല എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്, അതൊരു ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ ചിലർ മിണ്ടാതിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് വേണ്ടെന്നാണോ? കുറേ ഒരു വർഷത്തോളം മിണ്ടാതിരുന്ന ആചാര്യന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കുന്നു അതൊരു വലിയൊരു ഉയർന്ന തലമാണ്, വലിയൊരു ഉയർന്ന തലം. അത്രയും ഉയർന്ന തലത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ നമ്മളൊക്കെ സാധാരണ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് എത്രയോ കാര്യങ്ങൾ മനുഷ്യരോട് ഇടപഴകേണ്ടി വരുന്നു, എത്രയോ കാര്യങ്ങൾ മനുഷ്യരോട് സംസാരിക്കേണ്ടി വരുന്നു. പക്ഷെ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കണം. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അത്. നമ്മൾ പിന്നെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനും, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനും. വ്യർത്ഥഭാഷണം എന്നതാണ് പരദൂഷണം. മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, മറ്റുള്ളവർ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റ് അവർക്ക് വന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് അവരോട് സഹതപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
ആ സാഹചര്യങ്ങളിൽ നിന്ന് അവർ മുക്തമാവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഈ മൗനം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ നല്ലതാണ്. കാരണം വാചാലമായി നടക്കുന്ന ഒരു സാധാരണ ജീവിതത്തിൻ്റെ ചപലതകളോടുകൂടി നടക്കുന്ന ഒരു മനസ്സിന് ഒരിക്കലും ഈ ആഴമേറിയ മൗനത്തിലേക്ക് കേട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വ്യർത്ഥ ഭാഷണം ഒഴിവാക്കണം. മനുഷ്യനെക്കുറിച്ച് അവരിനെക്കുറിച്ചുള്ള നന്മ കൊണ്ട് മനസ്സ് നിറയ്ക്കണം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നന്മ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ ഈ മൗനത്തിലേക്ക് നിറയാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിൽ ഈ അസ്വസ്ഥതകൾ തിങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സ് മൗനമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള മൗനം എന്നുള്ളത് ഈ അർത്ഥത്തിൽ ശരിയാണ്. വേണ്ടാത്ത സംസാരങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉളവാക്കാൻ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിൽ പല വിചാരങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്താൻ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിനെ ദൈവവുമായിട്ട് അകറ്റാൻ സാധ്യതയുള്ള ആ തരം സംഭാഷണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ ചെയ്യണം. സാർ, വളരെ വളരെ ഒരു ആഴത്തിലുള്ളൊരു ബോധ്യമാണ് മൗനത്തെക്കുറിച്ച് സാറ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞായിരുന്നു എത്ര ബഹളത്തിനിടയിലും ഒരു ദൈവത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ് അത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നു. പിന്നെ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞത് കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കാതിരിക്കുക, ഇത് മൗനത്തിൻ്റെ ഭാഗമാണെന്നുള്ള, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, വെറുതെയുള്ള വ്യർത്ഥ ഭാഷണങ്ങൾ ഒഴിവാക്കുക. കാരണം അതെല്ലാം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന സംഭവങ്ങളാണ്. പിന്നെ സാറ് പറഞ്ഞായിരുന്നു മനസ്സിൽ നന്മ കൊണ്ട് നിറയാൻ നേരത്ത് നമുക്ക് അനാവശ്യമായ സംസാരിക്കേണ്ടി വരില്ല. മനസ്സിൽ നന്മ കൊണ്ട് നിറയുമ്പോൾ തന്നെ മനസ്സ് സ്വസ്ഥമാവും. മനസ്സ് അസ്വസ്ഥമാകുന്നത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ സ്വസ്ഥത വരുമ്പോഴാണ് കുറച്ച് മൗനമാകാൻ നമുക്ക് പറ്റുന്നത്. തീർച്ചയായിട്ടും അസ്വസ്ഥത ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ അല്ലേ ബഹളം വയ്ക്കുന്നത്. അസ്വസ്ഥതയുള്ള മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ആ മുഖം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ അസ്വസ്ഥത മുഴുവൻ മുഖത്ത് സംസാരമുണ്ട്. നാവ് കൊണ്ട് മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിലും അത് മുഴുവൻ അതൃപ്തിയും അസംതൃപ്തിയും മുഴുവൻ മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയും. നേരെ മറിച്ച് ഈ ആഴമേറിയ മൗനം എന്ന സുഹൃതം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ശാന്തതയുണ്ടാവും, സ്വസ്ഥതയുണ്ടാവും, വളരെ ഒരു പ്രസാദപരം, ഒരു ഗ്രേസ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. കാരണം അത് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നടക്കുന്ന വ്യക്തിയാണ്. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്നത് മാതാവിൻ്റെ ഈ മൗനമായിരുന്നു എന്നാണ് സാറ് പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു മാതാവിൻ്റെ സുഹൃതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടാമത്തത് ഒന്ന് അതിനകത്ത് ഇപ്പം ബോണി പറഞ്ഞു നിർത്തിയെടുത്ത ഒരു വാചകം കൊണ്ട് ചേർത്തേക്കാം. നമുക്ക് നമ്മൾ കണ്ടുമുട്ടുന്നതോ നമ്മൾ കേൾക്കുന്നതോ നമ്മൾ ഇടപഴകുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ ഇതൊന്നും നമുക്ക് മാനുഷികമായി സ്വീകാര്യമാണെന്നില്ല. അവയെ ഒരു ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി കാണാൻ സാധിച്ചാൽ മാത്രമേ അവരോട് സംസാരിക്കുമ്പോഴോ അവരോട് ഇടപഴകുമ്പോഴോ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ അവരുടെ ആ ഒരു ബലഹീനതയാണെന്ന് മനസ്സിലാക്കി ആ ബലഹീനതയെ അവരുടെ നന്മ കൊണ്ട് തന്നെ മൂടി എന്തെങ്കിലും ആവട്ടെ അതിനേക്കാളൊക്കെ വലിയ നന്മ അവർക്കുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അപ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും കളഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്കൊന്ന് അതിനാണ് സംഗ്രഹിക്കാന്ന് പറഞ്ഞത്. അനാവശ്യമായ പ്രതികരണം ഉണ്ടാവും. പ്രതികരണം കൊണ്ട് മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഇപ്പം പിന്നെ ഈശോയെ ഒറ്റക്കൊടുത്ത യുവദാസ്, ഈശോയെ ഉപേക്ഷിച്ചു പോയവർ, ഈശോയെ അന്യായമായി വിധിച്ചവർ, ഈ സമയത്തെല്ലാം മാതാവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അവരെക്കുറിച്ചൊന്നും ഒരു വിധി പ്രസ്താവിക്കാനോ ആരോടെങ്കിലും പറയാനോ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ ഒന്നും പോയില്ല. അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. ആ സംഗ്രഹിച്ചത് അവരുടെ സാഹചര്യങ്ങളിലൂടെ അവർക്കുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മാതാവ് അവരുടെ ബലഹീനതകളെ ഓർത്ത് അവരോട് സഹതപിക്കുകയും അതുവേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ നന്മകളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കുകയായിരുന്നു. ഈ രണ്ടാമത്തേലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ സുഹൃതം എന്തായിരുന്നു സാർ? അഗാധമായ എളിമ. എളിമ എന്ന് പറയുന്നത് എന്താ? എളിമ എന്ന് പറയുന്നത് ഞാൻ ഒന്നും അല്ലാത്തവനും എനിക്ക് ഒന്നും ഇല്ലാത്തവനാണ് എന്നുള്ള ആ അർത്ഥത്തിൽ സർവ്വതും ദൈവദാനം, ദൈവം തന്നത് മാത്രം. ദൈവം തന്നതല്ലാതെ മറ്റെന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെതല്ലാതെ മറ്റെന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ സ്വന്തമായി ഒന്നുമില്ല, സർവ്വതും നിന്ദാനം എന്ന് നമ്മൾ പാടുന്നില്ലേ? അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉള്ളപ്പോഴാണ് നമുക്കെന്ന് പറയുന്നത്. ഇതാണ് ആ ധനാഢ്യനായ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചെന്തായിരുന്നു, എനിക്കിപ്പോൾ സ്വന്തമായിട്ട് കുറേ ധാന്യങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, അപ്പം ഇനി എനിക്ക് കുഴപ്പമില്ല. സ്വന്തമായി എന്തോ ഉണ്ട് എന്ന് കരുതുന്നവനാണ് ഈ എളിമ നഷ്ടപ്പെടുന്നത്. സ്വന്തമായി ഒന്നുമില്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെതാണെല്ലാം, ദൈവം എന്നെ ഏൽപ്പിച്ചതാണെല്ലാം, ദൈവത്തിന് വേണ്ടി കൈകാര്യം ചെയ്യാനുള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ ഓരോ ജീവിത സാഹചര്യങ്ങളെ കാണുവാനും ഓരോ വ്യക്തികളെ കാണാനും ഓരോ സംഭവങ്ങളോട് പ്രതികരിക്കാനും ഓരോ സൃഷ്ട വസ്തുക്കളുമായി ഇടപഴകാനും
സമ്പത്തിൻ്റെ മേഖലയിൽ ആ അർത്ഥത്തിൽ വളരെയേറെ തുറവിയോടും വളരെയേറെ നിസ്സാരതയോടും കൂടി സമ്പത്തിനെ കാണാനും കഴിയുന്ന ഒരവസ്ഥ മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് എനിക്ക് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ജഡ്ജിയാണ്, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം പിന്നെ ജീവിതത്തിൽ ഇനി നേടാൻ ഇനി ഒന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞിട്ടേക്ക് നമ്മൾ പോകുന്നത് എവിടെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ പിടി വിട്ടു, പിന്നെ നമ്മുടെ ഒരു ലോകമാണ്, നമ്മുടെ ലോകമാണ്. അപ്പോൾ സ്വന്തമായ ഒരു ലോകത്തേക്ക് പോകുന്നവനാണ് യഥാർത്ഥത്തിൽ ഈ അഹങ്കാരി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, കാരണം ദൈവം തന്നതാണ്, ദൈവം തന്നത് ദൈവത്തിന് എപ്പോഴും തിരിച്ചെടുക്കാം. യോബ് പറഞ്ഞതാണ്, യോബിൻ്റെ ഒരു പ്രതികരണം അതായിരുന്നല്ലോ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. കാരണം ഞാൻ അധ്വാനിക്കാനായിട്ട് തന്ന ആരോഗ്യം ആര് തന്നതാണ്? നമ്മൾ പലപ്പോഴും പറയാറില്ല, ഇത് ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്, പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനൊരു സെൽഫ് മെയ്ഡ് പേഴ്സണാണ്. എന്നെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല, എനിക്കൊരു പാറ്റേണും ഉണ്ടായിരുന്നില്ല, എനിക്ക് ആരും ഒരു തലതൊട്ടപ്പനുമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അധ്വാനിച്ച്, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ പഠിച്ചെടുത്ത്, ഞാൻ നേടിയെടുത്ത്, ഞാൻ സമ്പാദിച്ചെടുത്ത് എന്നുള്ളൊരു അതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും ശരിയായൊരു ഒരു പ്രതികരണമല്ല, ഒരു സമീപനമല്ല. കാരണം എനിക്ക് സമ്പാദിക്കാൻ, എനിക്ക് കഷ്ടപ്പെടാൻ ആരോഗ്യം തന്നാരാ? ദൈവം. എനിക്ക് സമ്പാദിക്കാൻ സൗകര്യങ്ങൾ തന്നാരാ? എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നാരാ? എല്ലാം ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപ ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് നേടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? നേടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നേടിയതാണ്. ദൈവത്തിൻ്റെ കൃപ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു എന്ന് ഞാൻ ഓർക്കണമെന്നുള്ള എൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ പിന്നെ എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. മാതാവ് എന്താ ചെയ്തത്? മാതാവിൻ്റെ പിന്നെ സ്വന്തമായിട്ടുള്ള ആ സുഹൃത്ത് ജീവിതം കൊണ്ടോ, മാതാവിൻ്റെ വിശുദ്ധമായ ജീവിതം കൊണ്ടോ, മാതാവ് തിരഞ്ഞെടുത്ത ആ പ്രത്യേകമായിട്ടുള്ള ജീവിത രീതി കൊണ്ടോ ഒന്നുമല്ല മാതാവിന് ഇപ്രകാരം ഒരു അവസ്ഥ കൊടുത്തതെന്ന് മാതാവിന് അറിയാമായിരുന്നു. മനുഷ്യൻ്റെ അധ്വാനവും പ്രയത്നവുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് സർവ്വതിൻ്റെ അടിസ്ഥാനം എന്ന് വചനത്തിൽ പറയുന്നത് വേണം. അപ്പോൾ ദൈവം കാരുണ്യം കാണിച്ചു, ദൈവം മാതാവിനെ തിരഞ്ഞെടുത്തു. അപ്പം തിരഞ്ഞെടുത്തവരോടുള്ള ആ ഒരു വിശ്വസ്തതയും സമ്പൂർണമായ ഒരു അടിയറവ് പറച്ചിലുമാണ് യഥാർത്ഥത്തിൽ ഈ അഗാധമായ എളിമയുടെ പ്രത്യേകത. ജീവിതത്തിൽ നമുക്ക് പിന്നെ വളരെ വിനയത്തോടെ വ്യാപരിക്കാൻ സാധിക്കുക എന്നുള്ളത് എളിമയുടെ ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അഗാധമായ എളിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ആത്മീയ സുഹൃതം തന്നെയാണ്. യാതൊന്നും നടക്കുന്ന ചവിട്ടുന്ന മണ്ണും, നടക്കുന്ന പടികളും, മുന്നോട്ട് വയ്ക്കുന്ന കാലുകളും, മുന്നോട്ട് പോകുന്ന നിമിഷങ്ങളും തുടങ്ങി, പറയാൻ പോകുന്ന വാക്കുകൾ തുടങ്ങി എല്ലാം ദൈവമേ നീ അനുവദിച്ചാൽ മാത്രം സംഭവിക്കുന്നതാണ്. നീ ഇപ്പോൾ ഈ ലൈറ്റ് ഒന്ന് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വന്നു, സ്വിച്ച് ഓഫ് ചെയ്താൽ ലൈറ്റ് പോയി. ലൈറ്റ് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ ലൈറ്റിനൊരു ഉപയോഗമില്ല. ദൈവം നീ സ്വിച്ച് ഇട്ടാണ് ഞാൻ ജനിച്ചത്, നീ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ജനിച്ചതിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ നീ പരിപാലിക്കുന്നതിന് മാത്രം, നീ സ്വിച്ചിട്ട് നിനക്ക് കറണ്ട് തരുന്നതുകൊണ്ട് മാത്രം ഞാൻ പ്രകാശിച്ച് നിൽക്കുന്നു. നീ എപ്പോൾ ഈ കറണ്ട് ഓഫ് ചെയ്യുന്നോ അപ്പോൾ എൻ്റെ പ്രകാശം തീർന്നു, ഞാൻ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടവനാണ്. അപ്പം ഞാനീ പ്രകാശിക്കുന്നത് മുഴുവൻ ഇതാണ് ഒരു വലിയ വ്യത്യാസം. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കാര്യത്തെക്കുറിച്ച്. ഒരു നല്ല മനുഷ്യനും ഒരു വിശുദ്ധനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? നല്ല മനുഷ്യനും വിശുദ്ധനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അത് ഈ ഒരു എളിമയുടെ തലത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണത്, ഒരു നിരീക്ഷണം. ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് പിന്നെ തന്നെ കൊണ്ട് പറ്റുന്ന നന്മ മറ്റുള്ളവർക്കൊക്കെ ചെയ്യണം, എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു ദൈവവിചാരത്തോടുകൂടി വ്യാപരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ നമ്മൾ നല്ല മനുഷ്യൻ. പക്ഷെ എല്ലാ നല്ല മനുഷ്യരെയും കുറിച്ച് നമ്മളൊരു വിശുദ്ധനായ മനുഷ്യനെന്ന് പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. നേരെ മറിച്ച് വിശുദ്ധനായ മനുഷ്യരും നല്ല മനുഷ്യരെന്നും പറയാറുണ്ട്. കാരണം വിശുദ്ധിയിൽ നന്മയുണ്ട്, പക്ഷെ നന്മ കൊണ്ട് മാത്രം വിശുദ്ധി ഉണ്ടാവണമെന്നില്ല. ഈ വിശുദ്ധി ഉണ്ടാവുന്നത് എപ്പോഴാണ്? വിശുദ്ധി ഉണ്ടാവുന്നത് ദൈവമേ എന്നെ ചലിപ്പിക്കുന്നത് നീയാണ്, എന്നെ പ്രകാശിപ്പിക്കുന്നത് നീയാണ്, ഞാനീ കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തിലെ സകലതും നിൻ്റേതാണ്. ഇതെല്ലാം നീ എനിക്ക് കാണുവാനും എനിക്ക് അനുഭവിക്കുവാനും എനിക്ക് ഇടപഴകുവാനും എനിക്ക് വർദ്ധിപ്പിക്കാനും എനിക്ക് പരിപോഷിപ്പിക്കാനും നീ തന്നത് നിന്നെ പ്രകാശിപ്പിക്കാനും നിന്നെ ചലിപ്പിക്കാനും വേണ്ടിയാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി ഏറ്റെടുത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവനാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പം നല്ല മനുഷ്യൻ ദൈവവിചാരത്തോടെ വ്യാപരിക്കുന്നു, പാട്ടിൽ നന്മ ചെയ്യുന്നു. വിശുദ്ധനായ മനുഷ്യൻ സർവ്വതിലും ദൈവത്തിൻ്റെ കരമാണ് ചലിപ്പിക്കുന്നതെന്നും ദൈവത്തെ പ്രകാശിപ്പിക്കാനുള്ളതാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട്
എല്ലാത്തിനെയും പ്രതി എല്ലായ്പ്പോഴും എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവനാണ് വിശുദ്ധനായ മനുഷ്യൻ. അപ്പം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ഇടപെടലുകളിലും, എല്ലാ സംഭവങ്ങളിലും, എല്ലാ കാഴ്ചകളിലും എല്ലാം ദൈവത്തിൻ്റെ കരം കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയുന്നിടത്തെല്ലാം പൂർണ്ണമായും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാത്തവളും ഒന്നുമില്ലാത്തവളായി നിന്നുകൊണ്ട് സർവ്വതും നിൻ ദാനവും സർവ്വതും നിൻ ദയയുമാണ് എന്നുള്ള തിരിച്ചറിവോടെ നിന്നെ പ്രകാശിപ്പിക്കാനും നിന്നെ ചലിപ്പിക്കാനുമുള്ളതാണ് നീ എനിക്ക് തന്ന അവസരങ്ങളെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഓരോ അവസരങ്ങളെയും ദൈവത്തെ പ്രകാശിപ്പിക്കാനും ദൈവത്തെ ചലിപ്പിക്കാനും തക്കവണ്ണം ഈ ഭൂമുഖത്ത് വ്യാപരിക്കുന്ന ഒരു രീതിയായിരുന്നു മാതാവിൻ്റെത്. അതാണ് അഗാധമായ ഒരു എളിമയുടെ പ്രത്യേകത. എന്തെങ്കിലും സ്വന്തമായി ഉണ്ടെന്ന് ധരിച്ചാൽ അത് പോയി. ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞായിരുന്നു ഈ എളിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറയുന്നു, ഞാൻ കഷ്ടപ്പെട്ട് വീട് വെച്ചു, ഞാൻ അധ്വാനിച്ച് പഠിച്ച് ജോലി സമ്പാദിച്ചു. അപ്പോൾ അതങ്ങനെയല്ല, അത് പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. കഷ്ടപ്പെടാൻ മനസ്സുണ്ടായിട്ട് ഒരിടത്തും എത്താത്തവരുണ്ടല്ലോ, ആരോഗ്യമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി? ബോണി പറഞ്ഞു ഒന്നുകൊണ്ടൊന്ന് ആവർത്തിക്കാൻ പോകും. കാരണം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില ആൾക്കാർ കഷ്ടപ്പെടാൻ മനസ്സുണ്ട്, പക്ഷെ അവർ ഒരിടത്തും എത്തുന്നില്ല. ജോലി ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ അവർക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടുന്നില്ല. ഇതിനൊരു കൊച്ചു കഥയിലൂടെ വേണം ഞാനത് നന്നായിട്ട് വിശദീകരിക്കുക. അത് ഒരു കൊച്ചു കഥ എന്ന് പറഞ്ഞൊരു സങ്കല്പിക കഥയാണ്. ഒരു ദിവസം യേശു ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാട്ടിൻപുറത്തെ വഴിയിലൂടെ യേശു നടന്നു പോയിരുന്നു. നടന്നു പോയപ്പോൾ യേശു 3 കാളവണ്ടികളാണ് കാണുന്നത്. 3 കാളവണ്ടികളും ഈ വഴിയുടെ മോശമായ അവസ്ഥ കാരണം ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അപ്പം ആദ്യത്തെ കാളവണ്ടിക്കാരൻ പിന്നെ ഈ വഴിയെ ശപിച്ചുകൊണ്ട്, ഈ വഴി ഉണ്ടാക്കിയവനെ ശപിച്ചുകൊണ്ട്, പിന്നെ എനിക്ക് ഗതി വന്നല്ലോ എന്ന് ശപിച്ചുകൊണ്ട്, ഒന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ബഹളം വെച്ച് ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ വരുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ യേശു ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് യേശു കടന്നു പോവാണ്. രണ്ടാമത്തെ കാളവണ്ടിക്കാരൻ ഇപ്രകാരം തന്നെ വഴിയിൽ കിടക്കുകയാണ്. ഈ മനുഷ്യൻ ഈ വഴി ഇത് സംഭവിച്ചതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് എനിക്ക് എൻ്റെ ബലം കൊണ്ട് ഞാൻ ഈ വണ്ടിയുടെ ചക്രം തിരിച്ച് ഞാൻ റോട്ടിൽ കേട്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ കഷ്ടപ്പെട്ട് വേർത്ത് അവശനായിട്ട് എത്ര നോക്കിയിട്ടാൻ പറ്റില്ല, അവൻ തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ കാൽവണ്ടിയുടെ ചക്രം എടുത്ത് റോട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ. അവനെ കണ്ടിട്ടും യേശു ഒന്നും ചെയ്തില്ല. കണ്ടിട്ട് യേശു മുന്നോട്ട് നടന്നു പോവുകയാണ്. മൂന്നാമത്തെ കാൽവണ്ടിക്കാരൻ ഇപ്രകാരം റോട്ടിൽ വണ്ടി വീണ് കിടക്കുന്നു, ചക്രം ചെളിയിൽ വീണ് കിടക്കുന്നു. ആ ചക്രം ചെളിയിൽ താന്നു പോയ ഒരവസ്ഥ കണ്ട് ആ മനുഷ്യൻ, ദൈവമേ എനിക്ക് എൻ്റെ നോട്ടക്കുറവുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ടാവാം ഈ ചക്രം വീണു പോയുള്ളൂ, എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ എന്നെ സഹായിക്കണം, ഈ ചക്രം മുമ്പോട്ട് കയറ്റി റോട്ടിലേക്കാക്കി എനിക്ക് യാത്ര മുന്നോട്ട് പോകാനായിട്ട് നീ എന്നെ സഹായിക്കണം, നിൻ്റെ സഹായത്തോട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ സഹായം ചോദിച്ച് നീ സഹായിച്ച, നീ അനുഗ്രഹിച്ച, നീ കനിഞ്ഞാൽ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് കൂടി ചേർന്നുകൊണ്ട് അധ്വാനിക്കാൻ മനസ്സ് കാണിക്കുന്ന, ആ സമയത്ത് എത്ര കഷ്ടതയും ബുദ്ധിമുട്ടും വിഷമവും സങ്കടവും നിരാശയൊക്കെ വന്നപ്പോഴും ദൈവത്തെ മറക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് നീ സഹായിച്ചാൽ ഇനിയും എനിക്ക് കരകയറാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് കരകയറാനായിട്ട് ദൈവത്തോട് ആ മനുഷ്യനെ കണ്ടപ്പോൾ യേശു ആ വണ്ടി മാത്രം ഉന്തി കൊടുത്തു. ആ വണ്ടിയെ റോട്ടിലേക്ക് ആക്കിയിട്ട് ആ മനുഷ്യൻ സ്വസ്ഥമായിട്ട് വന്നു. അപ്പം ദൈവത്തോട് ചേർന്ന് നിന്ന് അധ്വാനിക്കുന്നവരാണ് പ്രതിഫലങ്ങൾ കൂടുതലുണ്ടാവുക. ദൈവത്തെ മറന്നുകൊണ്ട് അധ്വാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടു അധ്വാനിച്ചു എന്നൊക്കെ പറയാം, പക്ഷേ നേടിയതൊന്നും അത് ശാശ്വതമായ നേട്ടങ്ങളായിരിക്കില്ല. നേരെ മറിച്ച് കഷ്ടപ്പെടാൻ മനസ്സുണ്ടായിട്ടും സാഹചര്യങ്ങളില്ല എന്ന് ബോണി പറയുന്നു. ആ സാഹചര്യങ്ങൾ തരാൻ സാധ്യതയുള്ള തമ്പുരാൻ്റെ അടുത്തേക്ക് തിരിഞ്ഞാൽ മാത്രമേ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരില്ലെന്നാണ്. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവന് ഉത്തരം കൊടുക്കും. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവോളം അവന് ഈ സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരികയും ചെയ്യും. അപ്പം ഈ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടായിട്ടും ഒരു സാധ്യതകൾ വരാത്തതിൻ്റെ കാരണം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാത്തതുകൊണ്ടും ദൈവത്തിൽ ശരണപ്പെടാത്തതുകൊണ്ടാണ്. ആ ശരണത്തെക്കുറിച്ച് പറയുമ്പോൾ
കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഓ സാറേ, അപ്പോൾ സത്യത്തിൽ എളിമ എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ സമയത്തും ദൈവം തന്നാണെന്ന് വിശ്വസിക്കുകയും കുറവുകളുടെ സമയത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും അല്ലേ? തീർച്ചയായിട്ടും എല്ലാം, കാരണം ദൈവം തന്നു, ദൈവത്തിൻ്റെതാണ്. അപ്പം ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊക്കെ കേൾക്കുന്നത് ദൈവം തന്നതല്ലാതെ മറ്റെന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പാടും, ദൈവത്തിൻ്റെതല്ലാതെ മറ്റെന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഓ സാറേ, ഇപ്പോൾ 2 സുഹൃത്തുക്കൾ നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിച്ചു. സാറിന് ഒത്തിരി നന്ദി പറയുന്നു. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ഈ ആഴമായ മൗനവും അഗാധമായ എളിമയും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാറിന് ഒത്തിരി നന്ദി.